വാഷിംഗ്ടണിലെ വെടിവെച്ചകൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ട് നടന്ന മൂന്നാം വധശ്രമത്തിന് പിടിയിലായ പ്രതി കോൾ തോമസ് അലന്റെ വിചിത്രമായ സന്ദേശങ്ങളാണ് പുറത്തുവന്നത്. വെറുമൊരു വധശ്രമം എന്നതിലുപരി പ്രതിയുടെ മനസ്സിൽ കനലായി എരിഞ്ഞ ചില ആരോപണങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്നത്. ബാലപീഡകൻ, ബലാത്സംഗി, രാജ്യദ്രോഹി എന്നീ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് പ്രതി അയച്ച സന്ദേശം അമേരിക്കൻ ഭരണകൂടത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആക്രമണത്തിന് തൊട്ടു മുൻപ് തന്റെ കുടുംബാംഗങ്ങൾക്ക് അയച്ച കുറിപ്പിലാണ് കോൾ തോമസ് അലൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഒരു ബാലപീഡകന്റെയോ ബലാത്സംഗിയുടെയോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കുറിപ്പിൽ വ്യക്തമാക്കിയത്. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് ട്രംപിനെതിരെ ഉയർന്ന പഴയ വിവാദങ്ങളാണ് 31-കാരനായ അധ്യാപകനെ പ്രകോപിപ്പിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ട്രംപിന്റെ പേര് നേരിട്ട് സന്ദേശത്തിൽ പറയുന്നില്ലെങ്കിലും ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ മുഴുവൻ വകവരുത്തുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് പ്രതി തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയുടെ കുറിപ്പിൽ മറ്റൊരു കൗതുകകരമായ കാര്യം ഇയാൾ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് ആണ്. ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടപ്പോഴും ഹോട്ടൽ ജീവനക്കാരെയോ അതിഥികളെയോ ഉപദ്രവിക്കില്ലെന്ന് ഇയാൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പട്ടികയിലുള്ള ഉദ്യോഗസ്ഥരിൽ മിസ്റ്റർ പട്ടേലിനെ മാത്രം ഇയാൾ ഒഴിവാക്കിയിരുന്നു എന്നത് വലിയ നിഗൂഢതയായി തുടരുന്നു. ആരോപണങ്ങൾ കാട്ടുതീ പോലെ പടരുമ്പോഴും ഡൊണാൾഡ് ട്രംപ് പതിവ് ശൈലിയിൽ തന്നെ തിരിച്ചടിക്കുകയാണ്. CBSന് നൽകിയ അഭിമുഖത്തിൽ പ്രതിയുടെ സന്ദേശങ്ങളെ തീവ്രവൽക്കരിക്കപ്പെട്ട വിഭ്രാന്തി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അതെ, അവൻ അത് എഴുതി, പക്ഷേ ഞാൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നാണ് ട്രംപിന്റെ വാദം. അതേസമയം പ്രതിയുടെ വാക്കുകൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന മാധ്യമങ്ങൾ ഭയപ്പാടുള്ള ആളുകളാണെന്നും പറയാൻ ട്രംപ് മറന്നിട്ടില്ല. അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ വധശ്രമവും അതിനു പിന്നിലെ പുതിയ വെളിപ്പെടുത്തലുകളും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. സുരക്ഷാ വീഴ്ചകൾക്കപ്പുറം ട്രംപിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വീണ്ടും ജനമധ്യത്തിൽ ചർച്ചയാകാൻ ഈ സംഭവം കാരണമായിരിക്കുകയാണ്.